നമസ്കാരം. സിറിയയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ മുന്നറിയിപ്പുമായി സിറിയൻ വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി. സിറിയയുടെ ആയുധപ്പുരകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടയിലാണ് വിമത നേതാവ് വിമർശനം ഉന്നയിക്കുന്നത്. സിറിയൻ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തിരിച്ചടിക്കുമെന്ന സൂചന നൽകിയത്. സിറിയയിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രായേലിന് മുന്നിൽ ഇനി ഒഴിവുകഴിവുകളില്ല. IDF ആക്രമണങ്ങൾ പരിധി കടന്നെന്നും അദ്ദേഹം പറഞ്ഞു. സിറിയയിൽ പ്രവേശിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ ന്യായങ്ങൾ ഇനി നിലവിലില്ല. വർഷങ്ങളോളം നീണ്ട യുദ്ധത്തിനും സംഘർഷങ്ങൾക്കും ശേഷം തളർന്ന സിറിയൻ സാഹചര്യം പുതിയ സംഘർഷങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്നും ജുലാനി പറഞ്ഞു. കൂടുതൽ നാശമുണ്ടാക്കുന്ന സംഘർഷങ്ങളിലേക്ക് സിറിയയെ വലിച്ചിഴയ്ക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും സിറിയയുടെ പുനർനിർമ്മാണമാണ് തന്റെ ഉദ്ദേശമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ രാജ്യത്തെ ഒരു ആക്രമണ വേദിയാക്കി മാറ്റിയതിന് പിന്നിൽ ഇറാനാണ്. എന്നാലും അവരുമായി ശത്രുത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. സിറിയയിലെ ഇറാന്റെ സാന്നിധ്യം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇറാനിയൻ ജനതയോട് ശത്രുതയില്ല. ഞങ്ങളുടെ പ്രശ്നം നമ്മുടെ രാജ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന അവരുടെ നയങ്ങളായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര യുദ്ധ സമയത്ത് സിറിയൻ സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചതിന് റഷ്യൻ സേനയെ അദ്ദേഹം കുറ്റപ്പെടുത്തിയെങ്കിലും പൊതു താൽപ്പര്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ റഷ്യയുമായിട്ടുള്ള ബന്ധം പുനഃപരിശോധിക്കാനുള്ള അവസരമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സിറിയയിൽ അധികാരം പിടിച്ച വിമത ഗ്രൂപ്പുമായി US നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി. ഹയാത്ത് താഹിർ അൽ ഷാമുമായി മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നുണ്ട്. സിറിയയിൽ 2012 മുതൽ കാണാതായ US മാധ്യമപ്രവർത്തകൻ ആസ്റ്റിൻ ടൈസിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സിറിയയിൽ നിന്നും റഷ്യൻ സൈന്യത്തിന്റെ പിന്മാറ്റത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ആന്റണി ബ്ലിങ്കൻ തയ്യാറായില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരണത്തിനില്ല. ഇക്കാര്യത്തിൽ US ഭരണകൂടത്തിന്റെ അന്വേഷണത്തിന് ശേഷം മാത്രമേ പ്രതികരിക്കാൻ സാധിക്കൂ എന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. നേരത്തെ സിറിയയിൽ സമാധാനപരമായ അധികാര കൈമാറ്റം സാധ്യമാക്കാൻ മേഖലയിലെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ തേടിയിരുന്നു. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദുഖാനുമായും ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ സുഡാനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സിറിയയിൽ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തില്ലെങ്കിൽ മേഖല കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങിയേക്കുമെന്ന സാഹചര്യത്തിലായിരുന്നു ബ്ലിങ്കന്റെ നയതന്ത്ര നീക്കങ്ങൾ. സിറിയയുടെ ഭാവി സംബന്ധിച്ച് തുർക്കിയും US തമ്മിൽ വ്യക്തമായ ധാരണയുണ്ടെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹഗൻ ഫിദറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിലും ബ്ലിങ്കൻ പറഞ്ഞിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 1.1 മില്യൺ ആളുകൾക്ക് സിറിയയിൽ പലായനം ചെയ്യേണ്ടി വന്നുവെന്ന് UN വ്യക്തമാക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ഏറ്റവും കൂടുതൽ പലായനം ചെയ്യേണ്ടി വന്നതെന്നും UN വ്യക്തമാക്കി. UNന്റെ കണക്കുകൾ പ്രകാരം അലപ്പോയിൽ നിന്ന് 6,40,000 പേർക്കും, ഇഡ്ലിബിൽ നിന്ന് 3,34,000 പേർക്കും, ഹാമയിൽ നിന്ന് 1,36,000 പേർക്കും പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നാണ് UNന്റെ കണക്കുകൾ. അതേസമയം ഇസ്രായേലിന്റെ സിറിയ ആക്രമണത്തെ പിന്തുണച്ച് US രംഗത്തെത്തിയിരുന്നു. ഭീഷണികൾ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് US സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സള്ളിവൻ പറഞ്ഞിരുന്നു. സിറിയൻ പ്രദേശത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തുവെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ തള്ളുകയും ചെയ്തിരുന്നു. നിലവിൽ സിറിയൻ പ്രദേശത്ത് 18 കിലോമീറ്റർ ഉള്ളിലേക്ക് വരെ ഇസ്രായേൽ സൈന്യം എത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അൽ ജസീറയായിരുന്നു ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ സിറിയയിൽ അധികാര കൈമാറ്റം പൂർത്തിയാകുന്നതുവരെ ഭരണഘടനയും പാർലമെന്റ് സസ്പെൻഡ് ചെയ്തതായി ഇടക്കാല സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഭരണഘടനയിൽ പുതിയ ഭേദഗതികൾ കൊണ്ടുവരാൻ നീതിന്യായ മനുഷ്യാവകാശ സമിതികൾ രൂപവൽക്കരിക്കുമെന്നും സർക്കാർ വക്താവ് ഉബൈദ് അർനൌദ് പറഞ്ഞിരുന്നു. അധികാര കൈമാറ്റത്തിനായി സമാന്തര സർക്കാരിന്റെ മന്ത്രിമാരുടെയും അസദ് ഭരണകൂടത്തിലെ മന്ത്രിമാരുടെയും യോഗം നടത്തും. 3 മാസം കൊണ്ട് അധികാര കൈമാറ്റം പൂർത്തിയാക്കും. രാജ്യത്തിന്റെ മതപരവും സാംസ്കാരികവുമായ സ്വാതന്ത്ര്യവും വൈവിധ്യവും നിലനിർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.